ദൈവത്തിന് മഹത്വം. ഇരുന്നാട്ടെ, ഞാൻ ചില കാര്യം പറഞ്ഞു തരാം. സ്തോത്രം. ഇനി ഇടയ്ക്ക് ഓടിപ്പോരത്തില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതൊക്കെ വിടാം. ഇത് പറഞ്ഞേച്ചേ, യേശു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തൻ രക്ഷയില്ല. അന്തും ബിന്ദും കാണിച്ചു അന്തും ബിന്ദു ഒന്നും പറയരുത്. യേശു മാത്രമാ. നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. മറ്റൊരുത്തൻ, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, അറിയാമല്ലോ. ദൈവത്തിന് മഹത്വം. യേശു മാത്രമാ ദൈവം, മറ്റൊരുത്തൻ രക്ഷയില്ല. ജനപ്രതിനിധിയാ, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, എന്നെയും സ്നേഹമാണെന്ന് എനിക്കറിയാം. മറിയാമ്മ കൂടെ പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അച്ചായനും എന്നെ ഒരിക്കൽ കാണണമെന്ന് ചിന്തിച്ചു, പക്ഷെ ഒത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. കൂടെ വന്ന ആള് നിങ്ങളോടും പറയാ, യേശു താമേ പറഞ്ഞു കൊടുക്കണം, യേശു മാത്രമാ രക്ഷകൻ. നരകവുമുണ്ട്, സ്വർഗവുമുണ്ട്. നരകത്തിൽ ചാകാത്ത പുഴു കെടാത്ത തീയുമുണ്ട്. സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ തിരക്കൊണ്ടെന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർമാരെ, പ്രിയപ്പെട്ട അനീസ് പാസ്റ്റർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ച അതിയായ സന്തോഷം. ഇത് പാസ്റ്റർ നല്ല മൂഡിലാന്ന് തോന്നുന്നു. അപ്പോൾ പുതുപ്പള്ളിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ നാമം എന്നും മഹത്വപ്പെട്ടത് തന്നെ ഇരിക്കും, യാതൊരു സംശയവുമില്ല. അത് എക്കാലത്തും എൻ്റെ കുടുംബത്തിന് എന്നും അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ഈ ഒരു സമയം 2 മിനിറ്റ് തന്നതിന് ഉള്ള നന്ദി പാസ്റ്ററോട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പോകരുത്. കറിയാച്ചൻ പ്രാർത്ഥിച്ചു വിടും. നമ്മുടെ യോഗത്തിന് വരുമ്പം തിരക്കുണ്ട്. ഇരിക്കുന്ന ഞാൻ ബാക്കി കൂടെ പറയാം. എന്നാ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന് നല്ല നേതൃത്വം നൽകുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട പ്രിയ നിന്റെ മകനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ദേശത്തിന് നിന്റെ മകൻ ഒരു അനുഗ്രഹമായിരിക്കണം. കർത്താവെ, തൻ്റെ പിതാവിലൂടെ ദേശത്ത് ലഭിച്ച എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ആ നല്ല പാതയിൽ ദേശത്തിന് നന്മ ചെയ്യുവാൻ നിന്റെ മകനെ കർത്താവ് കൃപ നൽകണമേ. ജീവിതയാത്രയിൽ കർത്താവിനോട് ചേർന്ന് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കണമേ. പ്രിയ മാതാവിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും നിന്റെ മകൻ്റെ ജീവിതത്തിൽ ആത്മീയമായ മുന്നേറ്റത്തിന്, നിത്യതയുടെ അവകാശിയായി തീരുന്നതിന്, നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയോടെ ജീവിതയാത്രയിൽ കർത്താവ് ഏൽപ്പിക്കുന്ന കർത്താവെ, തൻ്റെതായ പ്രവർത്തന മേഖലകളിൽ കർത്താവ് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഈ കൂട്ടായ്മ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മകനെ അനുഗ്രഹിച്ചയക്കുന്ന കർത്താവെ, ദേശത്തിന് അനുഗ്രഹമായി തീരണം. എല്ലാറ്റിനും ദൈവനാമത്തിന് മഹത്വമായി തീരണമേ. നിത്യവകാശിയാക്കി ദൈവം തീർക്കും. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് വരുവാൻ കാണിച്ച നല്ല സ്നേഹത്തിനായി സ്തോത്രം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങളുടെ അഭിഷേകത്തിനെ വചനം സൂക്ഷിപ്പാൻ ബലപ്പെടുത്തണമേ. യേശു മൂലം പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചോളാം. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായി